ഇന്നത്തെ നമ്മുടെ റെസിപ്പി അരിയുണ്ടയാണ്. അരിയുണ്ട എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. അതുപോലെ തന്നെ ഇത് വറുക്കുക പൊരിക്കുകയൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് കൂടിയാണ്. അപ്പോൾ ഇത് കഴിക്കാത്ത ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതിനിവിടെ ഞാൻ എടുത്തിരിക്കുന്നത് മട്ട റൈസാണ്. അപ്പോൾ ഈ മട്ട റൈസ് നന്നായിട്ട് നമുക്ക് ഒന്ന് വാഷ് ചെയ്തിട്ട് അതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് കളഞ്ഞ് നല്ല കഴുകിയെടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കണം. അതിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുകയും കൂടി വേണം. അപ്പോൾ ഞാനിവിടെ നന്നായി കഴുകിയിട്ടുണ്ട്. ഇനി അതിന് നമുക്കതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് ഒന്ന് ഊറ്റിയെടുത്തിട്ട് അതിലൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്, ഡ്രൈ ആയി കിട്ടാൻ മീൻസ് വന്നിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് പോയാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പലർക്കും തോന്നും ഇത് നനഞ്ഞ അരിയല്ലേ വറുക്കാൻ പറ്റുമെന്ന്. ഒരു കുഴപ്പം പറ്റില്ല. നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക, നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് സമയത്തിൽ തന്നെ ജസ്റ്റ് ഒരു 2 മിനിറ്റ്സിൽ തന്നെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് തുടങ്ങും. അത് കണ്ടോ, ജസ്റ്റ് അതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം നന്നായിട്ട് നമ്മൾ എന്താ കണ്ട ജസ്റ്റ് ഇങ്ങനെ ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുള്ളൂ, അപ്പോഴേക്കും അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു. നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, നമ്മളത് ഇളക്കാതിരിക്കരുത്, അല്ലെങ്കിൽ അത് ഒട്ടി പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് സമയം ഒരു 2-3 മിനിറ്റ് കൂടി ചൂടായി കഴിയുമ്പോൾ അതിങ്ങനെ 1-2 ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും. ഈ അരി മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കാണാം അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങും. ഒരു വെള്ള കളർ കുറേശ്ശായിട്ട് വെള്ള കളറിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ അരിമണികളും മൊരിഞ്ഞ് അതുപോലെ നന്നായിട്ട് ഇങ്ങനെ പൊട്ടി അത് കളറ് ചേഞ്ചായി വരണം. അപ്പോൾ നമുക്ക് എല്ലാ അരിയും നമ്മൾ എടുത്ത് നോക്കണം, ഇടയ്ക്കിടയ്ക്ക് എല്ലാ അരിയും അതുപോലെ നന്നായി മൊരിഞ്ഞ് വരണം, അതുപോലെ വറുത്തെടുക്കണം. ഇല്ലെങ്കിൽ അത് നമുക്ക് പൊടിക്കുമ്പോൾ ഓരോരോ അരി മണിയൊക്കെ അതിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് ആ അരിയുണ്ടയുടെ ടേസ്റ്റ് ഒന്നും കിട്ടില്ല. അപ്പോൾ നല്ലതായിട്ട് വറുത്തിട്ട് എല്ലാ അരിമണിയും മൊരിഞ്ഞ് കിട്ടണം, അത് എന്നാൽ മാത്രമേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ അരിമണിയൊക്കെ നന്നായി മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റോളം ഞാൻ ഇളക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാത്രത്തിൽ വെക്കാതെ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കാം. ഇല്ലെങ്കിൽ അതേ പാനിലിരുന്ന് കഴിയുമ്പോൾ പാനിൻ്റെ ചൂടുകൊണ്ട് അരി വീണ്ടും ഒന്നുകൂടിയും കരിഞ്ഞു പോകും. അപ്പോൾ കരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്ത ശേഷം പൊടിച്ചെടുക്കാം. അപ്പോൾ തണുത്ത ശേഷം നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. മാറ്റി നന്നായി പൊടിച്ചെടുക്കണം. പണ്ടൊക്കെ നമ്മൾ ഉരലിലൊക്കെ ഇടിച്ചിട്ടാണ് എടുത്തിരുന്നത്. ഇപ്പം നമുക്ക് പൊടിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്, നല്ല നൈസായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ്. ഈ തേങ്ങ നമുക്ക് എത്ര അരി നമ്മൾ എടുത്തിരുന്നോ അതേ അളവ് തേങ്ങയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇതുകൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ തേങ്ങ ചേർത്താൽ അരയൊന്നുമില്ല, പൊടിഞ്ഞ് കിട്ടും. നമുക്ക് അത് അരി നല്ല ഡ്രൈ ആയിരുന്നുകൊണ്ട് തന്നെ നമുക്കത് നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ചെറിയൊരു ടിപ്സ്, ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കാം. 10-15 കാഷ്യൂ നട്ട് ഡ്രൈ ആയി വറുത്ത് അതുകൂടെ ചേർത്ത് നമുക്ക് പൊടിക്കാവുന്നതാണ്. അപ്പോൾ ഞാനത് ചേർത്ത് പൊടിച്ചിട്ടുണ്ട്. ഒരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. അപ്പോൾ ശർക്കര ഞാനിവിടെ 1/4 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഒരുവിധം നല്ല മധുരം ഉണ്ടായിരിക്കും. ഓവറായിട്ട് 1 കപ്പൊക്കെ എടുത്ത് കഴിഞ്ഞാൽ വല്ലാണ്ട് മധുരമായി പോകും. അപ്പം ഞാനിവിടെ 1/4 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതുകൂടി ചേർത്ത് വേണം പൊടിച്ചെടുക്കാൻ. ഇത് മിക്സി ഫുള്ളായതുകൊണ്ട് ഞാനിത് പകുതിയായിട്ടാണ് പൊടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ പകുതി എടുത്ത് പൊടിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പകുതി കൂടി നമുക്കിതുപോലെ പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ കണ്ടോ, നമ്മൾ അരഞ്ഞൊക്കൊന്നുമല്ല, പൊടിഞ്ഞിരിക്കുക തന്നെയാണ്. നല്ല ഡ്രൈ ആയതുകൊണ്ട് തന്നെ അരി വറുത്തത് നല്ല കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നന്നായി പൊടിഞ്ഞ് കിട്ടും. ഇനി നമുക്കിത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 2 പ്രാവശ്യമായിട്ടല്ലേ നമ്മൾ പൊടിച്ചെടുത്തത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ വലിപ്പത്തിനനുസരിച്ച് വലിയതായിട്ട് വേണമെങ്കിൽ അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ ചെറിയ ഉരുണ്ടകളായിട്ട് നമുക്കിത് ഉരുട്ടിയെടുത്ത് നല്ല ടൈറ്റായിട്ട് തന്നെ ഉരുട്ടിയെടുക്കുക. ചിലരിത് പാവ് കാച്ചിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതില്ലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടൈറ്റായിട്ട് തന്നെ ഉണ്ടാവും. നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള അരിയുണ്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റാണിത്, നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.